Hi all, welcome back to Sheenu's Kitchen. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എന്താണെന്ന് മനസ്സിലായല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ തന്നെ ഐസോമാൾട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പറിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഐറ്റംസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഐസോമാൾട്ട് ടോപ്പർ ചെയ്യാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഐസോമാൾട്ട് തന്നെയാണ്. അപ്പോൾ ഒരു ബോട്ടിൽ ഐസോമാൾട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് 120 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 140 രൂപയാണ്. പല റേറ്റിനും പല ക്വാണ്ടിറ്റിയിലും നിങ്ങൾക്ക് ഐസോമാൾട്ട് അവൈലബിൾ ആണ്. പിന്നെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ക്ലിപ്സ് ആണ്. പിന്നെ ഒരു സിലിക്കോൺ മാറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. കേക്കിൻ്റെ ഒരു ബേസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹൈറ്റ് ഉള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് ബോട്ടിൽ ഏത് സൈസിൽ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഹൈറ്റ് ഉള്ളതോ ഹൈറ്റ് കുറഞ്ഞതോ അതുപോലെ തന്നെ കുറച്ച് വീതി ഉള്ളതോ വീതി കുറഞ്ഞതോ ഒരു ബോട്ടം വരുന്നതായിട്ടുള്ളതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രൊസീജിയർ എന്ന് നോക്കാം. അപ്പം ഞാൻ ചുവട് കെട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. ആ പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് ഞാനിവിടെ ഐസോമാൾട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 60 ഗ്രാം ഐസോമാൾട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് ജസ്റ്റ് ഒന്ന് മെൽറ്റായി തുടങ്ങുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങും. അപ്പോൾ അത് ഫുള്ളായിട്ട് മെൽറ്റാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേന് ഈ ഒരു രീതിയിൽ അതൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. എങ്കിലും ചെറിയ ചെറിയ കട്ടകൾ ഇടയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് മെൽട്ടാകുന്നത് വരെ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഫുള്ളായിട്ട് മെൽട്ടായെന്ന് ഉറപ്പ് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇതേ ചൂടോടുകൂടി തന്നെ നമുക്കിത് സിലിക്കോൺ മാറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സെറ്റായി പോകും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സിലിക്കോൺ മാറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആ സിലിക്കോൺ മാറ്റ് വന്നിട്ട് ഒരു കേക്കിൻ്റെ ബോർഡിൻ്റെ മുകളിലേക്കാണ് വെച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ഒഴിക്കുന്ന സമയം ബാക്കി കുറച്ചൊക്കെ താഴേക്ക് വീണു പോവും. അതപ്പോൾ ആ ബോർഡിലേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, കൈമേലൊന്നും വീഴാതെ നോക്കണം, അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവും. ഇനി ഈ സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാറ്റ് നമുക്ക് പതിയെ ഈ ഒരു ടിന്നിന്റെ മുകളിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. അപ്പൊ ഈ ഒരു രീതിയിൽ ഈ ഒരു ടിന്നിന്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ഷീറ്റ് ഇങ്ങനെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് ഏത് ഷേപ്പിനാണോ നമ്മുടെ ആ ഒരു ടോപ്പർ വേണ്ടത് അതേ രീതിയിൽ നമുക്ക് എങ്ങനെ വേണേലും ക്ലിപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ സിലിക്കോൺ മാറ്റ് തന്നെ യൂസ് ചെയ്യുക. കാരണം ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്ത് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കൂടുതലും കണ്ടേക്കുന്നത് സിലിക്കോൺ മാറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പം എല്ലാ സൈഡിലും ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ കുറച്ച് സമയം ഒന്ന് വെച്ചേക്കണമെങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേനും എന്താ അതൊന്ന് നമുക്കറിയാമല്ലോ, അതൊന്ന് ഉറച്ചു കിട്ടണം. ആ ഒരു ടൈം വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 30 മിനിറ്റ് വരെ ഞാൻ അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ക്ലിപ്പൊക്കെ പതിയെന്നൊന്ന് മാറ്റി കൊടുക്കാം. അപ്പം ക്ലിപ്പെല്ലാം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി മെല്ലെ ഇതിങ്ങനെ കയ്യിലെടുത്തിട്ട് നമ്മുടെ ഈ സിലിക്കോൺ മാറ്റ് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം. ഒരുപാട് പ്രഷർ കൊടുക്കണ്ട, ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഒരു സൈഡിൽ നിന്ന് തന്നെ ഇളക്കാണ്ട് എല്ലാ സൈഡിൽ നിന്നും പതിയെ ഇങ്ങനെ ഒന്ന് വിടുവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ അതിങ്ങനെ ഡീമോൾഡ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. കാരണം സിലിക്കോൺ മാറ്റ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ഇളക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ടോപ്പർ ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിങ്ങനെ തന്നെ വെച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല അല്ലേ. അപ്പൊ നമുക്കിതിന് ചെറുതായിട്ടൊരു ഡെക്കറേഷൻ കൂടെ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതുപോലുള്ള കുറച്ച് പീസസ് ഇങ്ങനെ വീണിട്ടുണ്ടാവും. അതായത് നമ്മൾ ഒഴിക്കുമ്പോഴത്തേന് എക്സ്ട്രാ വരുന്നതൊക്കെ ഇങ്ങനെ താഴെ ബോർഡിന്മേൽ വീണിട്ടുണ്ടാവും. അത് നമുക്കിതുപോലെ ഇളക്കിയെടുത്തിട്ട് പഴയ ഒരു ഐസോമാൾട്ടിൻ്റെ ബോട്ടിലാണ്, അതിലേക്ക് ഞാനിങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വീണ്ടും ചൂടാക്കിയിട്ട് റീയൂസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതിപ്പോൾ എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അതങ്ങനെ തന്നെ വേസ്റ്റ് ആക്കി കളയാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വീണ്ടും റീയൂസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ടോപ്പർ, വേറൊരു ടോപ്പർ, അതായത് ഐസോമാൾട്ട് വെച്ച് ചെയ്യുന്ന ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ടോപ്പർ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി ഭംഗിയാക്കാനായിട്ട് ഞാൻ ലസ്റ്റർ ഡസ്റ്റ് എടുത്തിട്ടുണ്ട് ഗോൾഡിൻ്റെ. അതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്ത് ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഐസോമാൾട്ട് ഇങ്ങനെ പ്ലെയിൻ കളർ അല്ലാതെ കളർഫുള്ളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെൽറ്റ് ചെയ്യുന്ന സമയം തന്നെ അതിലേക്ക് ഇത് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ജെൽ കളർ യൂസ് ചെയ്യാം. കളർ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇതേ മെത്തേഡിൽ തന്നെ സിലിക്കോൺ മാറ്റിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ നല്ല ഭംഗിയുള്ള അടിപൊളി ഐസോമാൾട്ടിൻ്റെ ടോപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പറാണ്. അതുപോലെ തന്നെ ഇത് കേക്കിൻ്റെ മേളിൽ വെച്ചാലും കേക്ക് നല്ലൊരു ലുക്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൻ.